തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയ ബസ് പോലീസ് കണ്ടെത്തി. ഡ്രൈവർ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന MS മേനോൻ ബസ്സാണ് കസ്റ്റഡിയിലെടുത്തത്. സംവിധായകൻ പ്രിയനന്ദനന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി. അയ്യപ്പനെ അവഹേളിച്ചെന്നാരോപിച്ച് BJP പ്രവർത്തകർ പ്രിയനന്ദനന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. വിവാദത്തെ തുടർന്ന് ആദ്യ പോസ്റ്റ് പ്രിയനന്ദനൻ പിൻവലിച്ചു. തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായില്ല. അഗ്നിബാധ നടന്നിട്ട് ജനുവരി 23-ന് 1 വർഷം തികയും. പുലിഭീതിയിൽ മേലൂർ പുഷ്പഗിരി നിവാസികൾ. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂടുതൽ നടപടികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയ സ്വകാര്യ ബസ്സും ഡ്രൈവറും പോലീസ് പിടിയിൽ. അപകടം നടന്ന് 4ാം ദിവസമാണ് ബസ് കണ്ടെത്തിയത്. സ്റ്റാൻഡിന് സമീപമുള്ള പെട്രോൾ പമ്പിലെ CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നാണ് ബസ് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞത്. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന MS മേനോൻ ബസ്സാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് ഡ്രൈവർ കല്ലേറ്റുങ്ങര സ്വദേശി മരത്താമ്പള്ളി ജോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടമുണ്ടായത് തങ്ങൾ അറിഞ്ഞില്ലെന്നാണ് ബസ് ജീവനക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചിയാരം സ്വദേശി കരിമ്പറ്റ ചിറ്റിലപ്പിള്ളി ജോസ് ഭാര്യ മേരി ബസ്സിടിച്ച് മരിച്ചത്. ബസ് കണ്ടെത്തുന്നതിനായി അപകട സമയത്ത് സ്റ്റാൻഡിൽ പ്രവേശിച്ച ബസ്സുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ACP VK രാജു, ഈസ്റ്റ് CI PC ബിജുകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ACP VK രാജു. അന്വേഷണത്തിന്റെ ഭാഗമായി ശക്തൻ സ്റ്റാൻഡിൽ പരിശോധന നടത്തിയ ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തൻ സ്റ്റാൻഡിലെ ഇടുങ്ങിയ പ്രവേശന കവാടത്തിലേക്ക് യാത്രക്കാർ പ്രവേശിക്കാതിരിക്കാൻ നിലവിലെ ഭിത്തിയിൽ 3 അടി ഉയരത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കുമെന്നും പോലീസിനെ നിയോഗിക്കുമെന്നും ACP VK രാജു പറഞ്ഞു. ആൾക്കാരെ ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കയറി ക്രോസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിവൈഡറിൻ്റെ മുകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു 3 അടി ഹൈറ്റിൽ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഈ ഭാഗം ക്രോസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ ഭാഗം ഒരു 10-20 മീറ്റർ നീളത്തിൽ ബാരിക്കേഡ് വെച്ചിട്ട് അവിടെ ക്ലോസ് ചെയ്യുകയും പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു സീബ്ര ലൈൻ വരച്ചുകൊണ്ട് ആ ലൈനിലൂടെ മാത്രം പാസ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. അതിൻ്റെ അപ്പുറത്ത് ഹമ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേഷന് റിക്വസ്റ്റ് കൊടുത്ത് കോർപ്പറേഷനെ കൊണ്ട് ഹമ്പ് ഇടാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നുണ്ട്. കൂടാതെ ശക്തൻ സ്റ്റാൻഡിലെ എല്ലാ കവാടങ്ങളിലും വരിയായി ഡിവൈഡറുകൾ സ്ഥാപിക്കും. പ്രവേശന കവാടത്തിലൂടെ ബസ്സുകളെ ഇറങ്ങാൻ അനുവദിക്കില്ലെന്നും നിയമം ലംഘിക്കുന്ന ബസ്സുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ACP വ്യക്തമാക്കി. 2 വട്ടം ഫൈൻ അടച്ചിട്ടും നിയമം ലംഘിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും RTOക്ക് കത്ത് നൽകുമെന്നും ACP അറിയിച്ചു. സംവിധായകൻ പ്രിയനന്ദനന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നു. അയ്യപ്പനെ അവഹേളിച്ചെന്നാരോപിച്ച് BJP പ്രവർത്തകർ പ്രിയനന്ദനന്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയനന്ദനൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. ഇതേ തുടർന്ന് മണിക്കൂറുകൾക്കകം പ്രിയനന്ദനൻ ആദ്യ പോസ്റ്റ് പിൻവലിച്ചു. നവസമൂഹമാധ്യമങ്ങളിൽ അയ്യപ്പനെ അവഹേളിച്ചെന്നാരോപിച്ച് BJP പ്രവർത്തകർ പ്രിയനന്ദനന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്നാരംഭിച്ച മാർച്ച് പ്രിയനന്ദനന്റെ വീടിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ BJP വക്താവ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് VK രാജൻ, യുവമോർച്ച ജില്ലാ സെക്രട്ടറി ബാബു വലിയ വീട്ടിൽ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി C കണ്ണൻ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. അതേസമയം ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച പ്രിയനന്ദനൻ വീണ്ടും മറ്റൊരു പോസ്റ്റുമായി രംഗത്തെത്തി. നിലപാടിൽ മാറ്റമില്ലെന്നറിയിച്ചാണ് പുതിയ പോസ്റ്റ് ഇട്ടത്. താൻ വീട്ടിൽ തന്നെയുണ്ട്, കൊല്ലാനാണെങ്കിലും വരാം, ഒളിച്ചിരിക്കില്ല. നിലപാടിൽ മാറ്റമില്ലെന്നും പ്രിയനന്ദനൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അതേസമയം പ്രിയനന്ദനന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അയ്യപ്പസ്വാമിയെയും അയ്യപ്പ വിശ്വാസികളായ ഹിന്ദുക്കളെയും മാതൃത്വത്തെയും മറ്റും അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ നിരവധി BJP നേതാക്കൾ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി പരാതി നൽകി. TCV ചേർപ്പ്. ശബരിമല വിഷയത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്ന് സംവിധായകൻ പ്രിയനന്ദനൻ പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിനെ തുടർന്നാണ് പ്രിയനന്ദനൻ പ്രതികരണവുമായി രംഗത്തെത്തിയത്. പറഞ്ഞ വാക്കിൻ്റെ ഭാഷ ശരിയില്ലാത്തതുകൊണ്ടാണ്, ശരിയില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പിൻവലിച്ചത്. അല്ലെങ്കിൽ പിൻവലിക്കില്ല. കാരണം നമ്മൾ ഒരു ഭാഷാ പ്രയോഗം ഒരു അടിസ്ഥാനത്തിൽ അതൊരു
നല്ല രീതിയിലായിരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് പിൻവലിച്ചു. അത് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതല്ലാതെ അതിൻ്റെ പുറത്ത് നമ്മൾ ഭയപ്പെടുത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈയും കാലും വെട്ടി എടുക്കുക, അല്ലെങ്കിൽ നടത്തില്ല എന്നൊക്കെ പറയുന്നതിനടുത്തുള്ളൊരു താൻ ആരെയും വിഷമിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല. മാപ്പ് പറയേണ്ട തെറ്റൊന്നും ചെയ്തിട്ടില്ല. പ്രയോഗിച്ച ഭാഷ ശരിയല്ലെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് പോസ്റ്റ് പിൻവലിച്ചതെന്നും പ്രിയനന്ദനൻ പറഞ്ഞു. തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രത്തിലെ അഗ്നിബാധയ്ക്ക് ജനുവരി 23-ന് 1 വർഷം. കോടതി അനുമതി ലഭിക്കാത്തതിനാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായില്ല. 2018 ജനുവരി 23-ന് രാത്രിയിലാണ് തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായത്. ചുറ്റമ്പലത്തിന്റെ വടക്കുകിഴക്കേ ഭാഗമാണ് കത്തിനശിച്ചത്. കത്തിനശിച്ച ഭാഗങ്ങളിലെ പുനരുദ്ധാരണം ഉടൻ നടത്തുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അഗ്നിബാധയുണ്ടായി 1 വർഷം തികയാറായിട്ടും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. 1,03 ലക്ഷം രൂപയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ളത്. ടെൻഡർ പ്രകാരം തൃപ്പൂണിത്തുറ കോപ്പറേറ്റീവ് സൊസൈറ്റി കരാർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അഗ്നിബാധയുണ്ടായ സ്ഥലം മാത്രമല്ല, ചുറ്റമ്പലത്തിന്റെ പാതി ഭാഗത്തോളം പുനർനിർമ്മിക്കാനാണ് കരാർ നൽകിയിട്ടുള്ളത്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോടതി അനുമതി ആവശ്യമാണ്. കോടതി അനുമതി ലഭിച്ചിട്ടില്ലെന്ന കാരണത്താലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വൈകുന്നതെന്ന് ദേവസ്വം അധികൃതർ പറഞ്ഞു. തിരുവില്ലാമല ക്ഷേത്രത്തിലെ അഗ്നിബാധയുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ജില്ലാ ഭരണകൂടം നേരത്തെ തീരുമാനമെടുത്തിരുന്നു. TCV തൃശൂർ. മേലൂർ പുഷ്പഗിരിയിൽ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് നടപടി ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് കെണിക്കൂടും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചത്. വടക്കുംതല കുഞ്ഞപ്പന്റെ പറമ്പിലാണ് അതിരപ്പള്ളി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പുലിയെ പിടികൂടാൻ നടപടി തുടങ്ങിയത്. ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച ഉച്ചവരെ പുലിയുടെ സഞ്ചാരം നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 3:30-യോടെയാണ് പുഷ്പഗിരി സ്വദേശിനി ശോഭയുടെ വീടിന്റെ പിൻഭാഗത്ത് പുലിയെ ആദ്യം കണ്ടത്. ഭയന്നു വിറച്ച ഇവർ അകത്തുണ്ടായിരുന്ന മകൻ യദുകൃഷ്ണനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സംശയം തോന്നി, ഒരു മുഖം കണ്ട പോലെ. അപ്പൊ ഞാൻ മോനെ വിളിച്ചു കാണിച്ചു. അപ്പൊ മോനെ അമ്മ പുലിയാണ്, കയറി പോക്കോന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടി കയറി. എന്നിട്ട് അയലൊക്കത്തുള്ളവരും വിളിച്ച് അവരും വന്ന് കണ്ടു. അവര് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മെമ്പറെ വിളിക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ആ സമയത്താണ് സാധനം പോയേക്കണേ. പിന്നെ വന്ന് നോക്കിയപ്പോ കണ്ടില്ല. ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത പറമ്പിലെ പൊന്തക്കാട്ടിൽ പുലി കിടന്നതിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തിയിരുന്നു. പരിസരത്ത് കണ്ടെത്തിയ കാലടയാളങ്ങൾ പുലിയുടേതിന് സമാനമാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. കുറ്റിക്കാടുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് പല ദിവസങ്ങളിലും പുലിയെ കണ്ടത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 5 വർഷം മുമ്പ് പ്രദേശത്ത് പുലിയെ കണ്ടത് വാർത്തയായിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. കരിമണൽ ഖനനം മൂലം കടലെടുക്കുന്ന കൊല്ലം ജില്ലയിലെ ആലപ്പാടിനായി കൈകോർത്ത് വിദ്യാർത്ഥികളുടെ വേറിട്ട പ്രതിഷേധം. സ്റ്റുഡൻസ് യൂണിയൻ തൃശൂർ എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് കറുത്ത വസ്ത്രമണിഞ്ഞ് വിദ്യാർത്ഥികൾ കയ്പമംഗലത്ത് ഐക്യദാർഢ്യ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കാളമുറിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചന്ദ്രാപിനിയിൽ സമാപിച്ചു. പ്രകടനത്തിൽ 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 5000 കുടുംബം ഉണ്ടായിരുന്ന സ്ഥലമാണ്. എന്നാൽ അവർക്ക് ഇന്ന് ഒരു വീടും ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവർ പാലായനം ചെയ്യേണ്ട, അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് പാലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. പിന്നെ അവർ കുറേ സമരം ചെയ്തുവെങ്കിലും ആരും അവിടെ എത്തി നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ അവർക്ക് ഐക്യദാർഢ്യം, അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഐക്യദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്.
തകർന്ന റോഡ് പുനർനിർമ്മിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വെള്ളറക്കാട് റോഡ് നാട്ടുകാർ ഭാഗികമായി ഉപരോധിച്ചു. തകർന്ന റോഡിൽ നിന്നും ഉയരുന്ന പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടിയ പരിസരവാസികളാണ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. വെള്ളറക്കാട് മുതൽ പന്നിത്തടം വരെയുള്ള റോഡിന്റെ പുനർനിർമ്മാണത്തിന് മന്ത്രി AC മൊയ്തീൻ 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 1.5 വർഷം മുൻപ് നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. വെള്ളറക്കാട് പ്രദേശത്ത് റോഡരികിലുള്ള വീട്ടുകാരാണ് ഇതുമൂലം ഏറെ ദുരിതത്തിലായത്. രൂക്ഷമായ പൊടിശല്യമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. വീടുകളിൽ പൊടി നിറയുന്നതിനോടൊപ്പം പരിസരവാസികൾക്ക് വിട്ടുമാറാത്ത ചുമ, ശ്വാസതടസ്സം, ചൊറിച്ചിൽ ഉൾപ്പെടെയുള്ള അലർജി രോഗങ്ങൾ എന്നിവ പിടിപെട്ട് ദുരിതത്തിലാണ്. കുട്ടികളും വയോധികരുമാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. പ്രദേശത്തെ MLA കൂടിയായ മന്ത്രി AC മൊയ്തീൻ ഇടപെട്ട് റോഡ് നിർമ്മാണം പുനരാരംഭിക്കാനുള്ള നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആനയും അമ്പാരിയുമായി കൊട്ടിഘോഷിച്ച് വെള്ളറക്കാട് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത റോഡാണ് ഈ ദുസ്ഥിതിയിൽ കിടക്കുന്നത്. ഞങ്ങൾക്കൊരു അപേക്ഷയുള്ളത് MLAയോട്, മന്ത്രിയോട് ഈ പ്രദേശത്തേക്ക് ഒരു ശ്വാസകോശ രോഗ ആശുപത്രി അനുവദിച്ചു തരിക. ഉപരോധ സമരം കടങ്ങോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ലിബിൻ K മോഹൻ അധ്യക്ഷനായി. NP വിൻസെന്റ്, CP സേവ്യർ, M ദേവസി, CP ജോയ് എന്നിവർ നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. LDF-ലെ ഘടകകക്ഷിയായെങ്കിലും അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ ലോക് താന്ത്രിക് ജനതാദൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് LYJD സംസ്ഥാന പ്രസിഡന്റ് PK പ്രവീൺ. അതിരപ്പള്ളിയിൽ നടന്ന യുവജന വിഭാഗം ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഒരു പുഴകളിലും ഇനി ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് വാക്സരൻ പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. LJD ദേശീയ കൌൺസിൽ അംഗം അജി ഫ്രാൻസിസ്, ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറലി, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് V തോമസ്, ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് MC അഗസ്തി, ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി എങ്കക്കാട് കുളിക്കാനിറങ്ങിയ യുവാവ് ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. എങ്കക്കാട് കേയത്ത് വീട്ടിൽ സുബ്രഹ്മണ്യന്റെ മകൻ 23 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. സുഹൃത്ത് വിജീഷിനുമൊപ്പം എങ്കക്കാട് വീരാണിമംഗലം ക്ഷേത്രക്കുളത്തിൽ കുളിക്കുന്നതിനിടെ ആമ്പൽ വള്ളികളിൽ കുടുങ്ങിയതാണ് അപകടത്തിനിടയാക്കിയത്. സമീപത്തുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും മുങ്ങിത്താഴുകയായിരുന്നു. തുടർന്ന് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി ധനേഷിനെ പുറത്തെടുത്ത് ഉടൻ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. തൃശൂർ കളക്ടറേറ്റിന്റെ ചുറ്റുമതിൽ ഇനി ഒരു നാടിന്റെ ഒരുമയുടെ കഥകളാകും പറയുക. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു കൂട്ടം യുവാക്കളാണ് ഈ ചിത്രരചനകൾക്ക് പിന്നിൽ അണിനിരന്നത്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടമാണ് ക്ലീൻ, ഗ്രീൻ, യൂണിറ്റി എന്നീ ആശയങ്ങൾ മുൻനിർത്തി ഇത്തരമൊരു ചിത്രരചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ ആശയാവിഷ്കാരത്തിന് നിറം പകരാൻ തൃശൂർ ഫൈനാൻസ് കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ രംഗത്തെത്തിയതോടെ പദ്ധതിക്ക് പുതുമാനങ്ങളും കൈവന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ ജില്ലാ കളക്ടറേറ്റിന്റെ ചുറ്റുമതിലാണ് ഈ ആശയാവിഷ്കാരത്തിന്റെ വേദിയായി തെരഞ്ഞെടുത്തത്. കേരളം കണ്ട നൂറ്റാണ്ടിന്റെ പ്രളയവും ഇതിനെ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നേരിട്ട കേരള ജനതയും പ്രളയത്തിൽ മുങ്ങിത്താണ കേരളത്തിന് കൈത്താങ്ങായി എത്തിയ കടലിന്റെ മക്കളും കാലത്തിന്റെ രക്ഷാവാഹനങ്ങളായി മാറിയ ബോട്ടും ഹെലികോപ്റ്ററും അടങ്ങുന്ന അതിജീവന കഥകൾക്കാണ് ഭൂരിഭാഗം പേരും ഈ ചുമരുകളിൽ വർണ്ണം ചാലിച്ചത്. ചുമർ ക്യാൻവാസാക്കിയ ഈ കലാസംഗമത്തിന് ജില്ലാ കളക്ടർ TV അനുപമയാണ് വരയിലൂടെ തുടക്കം കുറിച്ചത്. പ്രളയകാലത്തടക്കം ഒരു നാടിന്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ സന്നദ്ധ കൂട്ടായ്മയാണ് ഈ ചിത്രരചനാ ഉദ്യമത്തിനും ചുക്കാൻ പിടിക്കാൻ ആദ്യം രംഗത്തെത്തിയത്. അപ്പോൾ പ്രളയത്തിന്റെ അതിജീവനം എന്നുള്ള രീതിയിലുള്ള ഒരു ചിത്രരചനയാണ് ആദ്യം തന്നെ തൃശ്ശൂർ കളക്ടറേറ്റിന്റെ ഈ ചുമരുകളിൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഈ കളക്ടറേറ്റിന് ശേഷം ഈ പാർക്കിന്റെ ചുമരുകളിലും തുടർന്ന് സാംസ്കാരിക നഗരത്തിലെ മറ്റ് ചുമരുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ച ഈ പദ്ധതിക്ക് ചിത്രകലാകാരന്മാർക്കും കൂട്ടായ്മയ്ക്കുമൊപ്പം കുടുംബസമേതം അണിചേർന്നവരുമുണ്ട്. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥ കൂടിയായ സ്മിത മകനൊപ്പമാണ് ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നത്. വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് ഇൻഡോർ സ്റ്റേഡിയത്തിലുണ്ടായ ക്യാമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ അംഗമായത്. ഞാനും എൻ്റെ മോനും ഇതിലും നമ്മൾ പങ്കാളികളായി. നമ്മൾ ഒതുങ്ങിക്കൂടേണ്ടവരല്ലല്ലോ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സിമ്പിളായിട്ടായാലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാം. അത്രയാണ് നമ്മുടെ ലക്ഷ്യം. ഇതുപോലെ തന്നെ എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പരീക്ഷണാർത്ഥം തുടങ്ങിയ പദ്ധതിയുടെ ആദ്യഘട്ടം വിജയിച്ചതോടെ രണ്ടാം ഘട്ടം നഗരത്തിന്റെ മറ്റ് പൊതു ഇടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം. പ്രളയത്തിന്റെ സമയത്ത്
നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 29,000-ഓളം സന്നദ്ധ പ്രവർത്തകരാണ് പങ്കെടുത്തത്. അപ്പോൾ ഇതിൽ ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു. അപ്പം ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സ്ട്രെങ്ത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ പിന്നീട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വരയ്ക്കാൻ താല്പര്യമുള്ള ആർക്കും ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സിഗ്നേച്ചർ ഇവിടെ രേഖപ്പെടുത്തിയിട്ട് പോകാവുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരകളും വർണ്ണങ്ങളും നിറഞ്ഞൊഴുകുന്ന അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് കൂടി കടന്നുപോകുന്ന ഓരോ കാൽനട വാഹന യാത്രികരും ഇപ്പോൾ ഈ കാഴ്ചകൾ കണ്ണിലും ക്യാമറയിലും ഒപ്പിയെടുത്താണ് മടങ്ങുന്നത്. TCV തൃശൂർ. കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃയോഗം തൃശൂരിൽ നടന്നു. പാർട്ടി സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MT തോമസ് അധ്യക്ഷത വഹിച്ചു. ബേബി മാത്യു കാവുങ്കൽ, സെബാസ്റ്റ്യൻ ചുണ്ടൽ, CV കുര്യാക്കോസ്, ബേബി നെല്ലിക്കുഴി തുടങ്ങിയവ സംസാരിച്ചു. ലഹരി മാഫിയയെ ഗ്രാമങ്ങളിൽ നിന്നും തുടച്ചു മാറ്റാൻ ദൌത്യമേറ്റെടുത്ത് കാരമുക്ക് കൂട്ടായ്മ. 1 വർഷം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ സന്ദേശവുമായാണ് സംഘം ഗ്രാമത്തിലുടനീളം സഞ്ചരിക്കുന്നത്. കാരമുക്ക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ മണലൂർ പഞ്ചായത്തിൽ ബോധവൽക്കരണം നടത്തുന്നത്. പ്രദേശത്തും സമീപ പഞ്ചായത്തിലും യുവാക്കളും വിദ്യാർത്ഥികളും ലഹരി വസ്തുക്കൾക്ക് അടിമകളായി മാറുന്ന സാഹചര്യത്തിലാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന മാഫിയകൾ തഴച്ചു വളരുകയാണ്. ഇവർക്ക് കഞ്ചാവ് മുതലായവ എത്തിച്ചു നൽകുന്നവരെ പിടികൂടുന്നത് അപൂർവമാണ്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ച് അറസ്റ്റ് ചെയ്താലും നിസ്സാര പിഴ ഒടുക്കി പുറത്തുവരുമെന്നതാണ് ഇത്തരക്കാർക്ക് പ്രചോദനമാകുന്നത്. പ്രളയസമയത്ത് മണലൂരിൽ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട കൂട്ടരാണ് കാരമുക്ക് കൂട്ടായ്മ അംഗങ്ങൾ. ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണമേറുന്നത് മുന്നിൽ കണ്ടാണ് കൂട്ടായ്മയുടെ പ്രവർത്തനമെന്ന് കോർഡിനേറ്റർ സജീവൻ കാരമുക്ക് പറഞ്ഞു. ലഹരിക്കെതിരെ രക്ഷിതാക്കൾ ജാഗ്രത എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീടുകൾ കയറിയിറങ്ങിക്കൊണ്ട് ഒരു ഭവന സന്ദർശന യാത്ര നടത്തുകയാണ്. 2019-2020 നീണ്ടുനിൽക്കുന്ന ഒരു ജനകീയ ക്യാമ്പയിനാണ് ലഹരിക്കെതിരെ ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ലഹരിക്കെതിരെ രക്ഷിതാക്കൾ ജാഗ്രത എന്നതാണ് കൂട്ടായ്മയുടെ മുദ്രാവാക്യം. 1 വർഷം നീണ്ടുനിൽക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കാരമുക്ക് SNGS സ്കൂളിലെ അധ്യാപകരും സ്കൌട്ട് ആൻഡ് ഗൈഡിലെ 100ഓളം വിദ്യാർത്ഥികളും വീടുകൾ തോറും സന്ദർശനം നടത്തി ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ലഘുലേഖ വിതരണം സുരേഷ് ബാബു വെന്നേരി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക മിനി, സുധീർ പൊറ്റേക്കാട്ട്, അനിത ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പോലീസിനെയും എക്സൈസ് വിഭാഗത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുള്ള ശ്രമവും കൂട്ടായ്മ തുടങ്ങിക്കഴിഞ്ഞു. TCV അന്തിക്കാട്. ലഹരി ഉപയോഗത്തിനെതിരെ പരാതിപ്പെട്ടയാളെ പങ്കായംകൊണ്ട് ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിലായി. അഴീക്കോട് കൊട്ടിക്കൽ വീട്ടിൽ കുഞ്ഞാലി എന്ന വിജീഷിനെ പങ്കായം കൊണ്ട് തലക്കിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഴീക്കോട് പടഞ്ഞ ആളംപറമ്പിൽ സക്കു എന്ന ബിന്യാമിൻ, അഴീക്കോട് ജെട്ടി, കൈതക്കപ്പറമ്പിൽ അഫ്സൽ എന്നിവരെയാണ് SIമാരായ AR ബൈജു, A മുകുന്ദൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പരാതി പറഞ്ഞതിനുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ASI തോമസ്, പോലീസുകാരായ CR പ്രദീപ്, ഉമേഷ് എന്നിവരുമുണ്ടായിരുന്നു. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തകളിലേക്ക്. കടങ്ങോട് മണ്ടംപറമ്പ് പ്രദേശത്ത് കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമാകുന്നു. പട്ടികജാതി കോളനിയിലെ ചീരോത്ത് കുഞ്ഞുമോന്റെ വീട്ടിൽ കയറിയ കുരങ്ങന്മാർ വീട്ടുസാധനങ്ങൾ നശിപ്പിച്ചു. ആളില്ലാത്ത സമയത്ത് വീടിന്റെ ഓടുകൾ തകർത്താണ് കുരങ്ങന്മാർ അകത്തു കയറിയത്. അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളും ചോറും കറികളും വലിച്ചിട്ട് നശിപ്പിച്ചതോടൊപ്പം ഗൃഹോപകരണങ്ങൾ കേടുവരുത്തുകയും ചെയ്തു. 3ാമത്തെ തവണയാണ് കുഞ്ഞുമോന്റെ വീട്ടിൽ കുരങ്ങന്മാർ നാശനഷ്ടമുണ്ടാക്കുന്നത്. മണ്ടംപറമ്പ് പട്ടികജാതി കോളനിയിൽ മാസങ്ങളായി തുടരുന്ന കുരങ്ങന്മാരുടെ ശല്യം പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. വാതിലുകളും ജനലുകളും അടച്ചിടുന്ന വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്നത് പതിവായിരിക്കുകയാണ്. 5-6 മാസമായി കുരങ്ങന്മാരുടെ ശല്യം കൊണ്ട് ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടണില്ല വീട്ടിൽ നിന്ന്.
എന്ന് ഉച്ചയ്ക്ക് വന്നാലും ഭക്ഷണം എടുക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ കുരങ്ങന്മാർ ശല്യം കൊണ്ട് തോറ്റുപോയി. കുറേ ഞങ്ങൾ ഓരോ സമരത്തിനും ഫോറസ്റ്റ് ഓഫീസിലേക്കൊക്കെ പോയി. എന്നിട്ടൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഒരു കൂട് വെക്കാമെന്ന് പറയുകയൊക്കെ ചെയ്തു. ഇതുവരെ ഒന്നൊരു നടപടി വരെ എടുത്തിട്ടില്ല. കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. തുടർന്ന് കെണിക്കൂടുകൾ വെച്ച് കുരങ്ങന്മാരെ പിടിക്കാമെന്ന വനപാലകർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കുരങ്ങന്മാരുടെ ശല്യം മൂലം സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കോളനിവാസികളുടെ ദുരവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കി തരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV എരുമപ്പെട്ടി. പ്രകൃതിയിൽ നിന്ന് ഒപ്പിയെടുത്ത മനോഹര ചിത്രങ്ങളുമായി ശ്രീധരൻ വടക്കാഞ്ചേരിയുടെ ഏകാംഗ ഫോട്ടോഗ്രാഫി പ്രദർശനം ദി മൊമെന്റ് ഓഫ് നാച്ചുറിന് തൃശൂരിൽ തുടക്കമായി. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്ന ദി മൊമെന്റ്സ് ഓഫ് നാച്ചുറിൽ ശ്രീധരൻ വടക്കാഞ്ചേരി ക്യാമറയിൽ ഒപ്പിയെടുത്ത 50ഓളം ചിത്രങ്ങളാണ് കാഴ്ചക്കാരെ ആകർഷിക്കുന്നത്. 40 വർഷമായി ഫോട്ടോഗ്രാഫിയിൽ സജീവ സാന്നിധ്യമായ വടക്കാഞ്ചേരി സ്വദേശി ശ്രീധരന്റെ ഓരോ ചിത്രങ്ങളും പ്രകൃതിയോട് ഏറെ ഇണങ്ങി നിൽക്കുന്നവയാണ്. കൂടാതെ മനസ്സിൽ തട്ടുന്ന വഴിയോര കാഴ്ചകളും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില ജീവിത ചിത്രങ്ങളുമെല്ലാം ഏറെ മനോഹരമായി ക്യാമറയിൽ പകർത്തി കാഴ്ചക്കാർക്ക് പുതിയൊരു അനുഭവം സമ്മാനിക്കുകയാണ് ശ്രീധരൻ വടക്കാഞ്ചേരി. സർക്കാരിന്റെ PRD അവാർഡ് 3 തവണ കരസ്ഥമാക്കിയ ശ്രീധരന്റെ കഴിവിനെ ഉയർത്തിപ്പിടിക്കുന്നതാണ് അദ്ദേഹം നേടിയ 50ഓളം പുരസ്കാരങ്ങൾ. ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 19-ന് പ്രദർശനം സമാപിക്കും. TCV ന്യൂസ്, തൃശൂർ. കയ്പമംഗലത്തെ സമ്പൂർണ്ണ വിവരങ്ങൾ ഇനി വിരൽത്തുമ്പിൽ. കയ്പമംഗലം ഇനി വിരൽത്തുമ്പിൽ എന്ന തലക്കെട്ടോടെ എത്തിയ ആപ്പിൽ കയ്പമംഗലത്തെ പ്രധാനപ്പെട്ട എല്ലാ ഫോൺ നമ്പറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതിലക സ്വദേശി ഷെഫീഖ് കൊടുങ്ങൂപ്പറമ്പിൽ, കയ്പമംഗലം സ്വദേശി KR റെമിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആപ്പ് നിർമ്മിച്ചത്. പഞ്ചായത്തിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസോ അതോ എന്തെങ്കിലും ന്യൂസോ അലേർട്ടോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ആപ്പിലൂടെ നമുക്ക് സ്ക്രോളിംഗ് ആയിട്ട് വിടാം. അല്ലെങ്കിൽ സൈഡ് ബാറിൽ തന്നെ നമുക്കൊരു വേറൊരു സെക്ഷൻ നോട്ടിഫിക്കേഷൻ സെക്ഷൻ ഉണ്ട്, അതിലിടാം. പിന്നെ സ്ലൈഡിങ് ഇമേജസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും നമ്മൾ ആപ്പിൽ നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള എന്ത് ന്യൂസ് വേണമെങ്കിലും നമ്മൾ ആപ്പിലൂടെ നമുക്ക് വിടാൻ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. 2 മെഗാബൈറ്റ് മാത്രം സൈസുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ഒരു തവണ ഡൗൺലോഡ് ചെയ്താൽ പിന്നീട് ഇന്റർനെറ്റ് സേവനമില്ലാതെ തന്നെ ഏത് സമയവും ഉപയോഗിക്കാൻ സാധിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. ജനപ്രതിനിധികൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, മാധ്യമ പ്രവർത്തകർ, പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, വിദ്യാലയങ്ങൾ, മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രമുഖർ തുടങ്ങി കയ്പമംഗലവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നുമുള്ള 1000-ലധികം നമ്പറുകൾ ഉൾക്കൊള്ളുന്നതാണ് മൊബൈൽ ആപ്പ്. ഇത്തരത്തിലുള്ള മൊബൈൽ ആപ്പുകളിൽ നമ്പറുകൾ ചേർക്കുന്നതിന് നിർമ്മാതാക്കൾ ചാർജ് ഈടാക്കുന്നുവെങ്കിലും ഈ ആപ്പിൽ അത് തികച്ചും സൗജന്യമാണ്. നമ്പറുകൾ എളുപ്പത്തിൽ നോക്കിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ വിവിധ വിഭാഗങ്ങളായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. 6 ദിവസം കൊണ്ട് തന്നെ ആപ്പ് 1 കോടി ക്ലബിൽ കയറിയിരുന്നു. വിദേശത്തും സ്വദേശത്തുമായി 1200 ആളുകളാണ് ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. തൃശൂർ ഗിരിജ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമയുടെ വിജയാഘോഷം തിയേറ്ററിൽ സംഘടിപ്പിച്ചു. ഗിരിജ തിയേറ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിജയാഘോഷം വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമയുടെ നിർമ്മാതാവ് AK സുനിൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഗിരിജ തിയേറ്റർ ഉടമ ഡോക്ടർ ഗിരിജ, മാനേജർ TM രാമകൃഷ്ണൻ, ഗാനം തിയേറ്റർ ഉടമ സജീവ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സിനിമാ പ്രദർശനത്തിനെത്തിയവരും ആസിഫ് അലി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരും വിജയാഘോഷത്തിൽ പങ്കുചേർന്നു. യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമയാണിതെന്നും സിനിമ കഴിഞ്ഞിറങ്ങുന്ന ജനങ്ങളുടെ പ്രതികരണം ശുഭസൂചനയാണെന്നും നിർമ്മാതാവ് AK സുനിൽ പറഞ്ഞു. അതായത് പടം കണ്ടിറങ്ങുമ്പോൾ വളരെ ഒരു പോസിറ്റീവ് മൈൻഡ്, യൂത്തിനെയും ഫാമിലിയെയും ഒരുപോലെ ബേസ് ചെയ്ത് 2 കൂട്ടർക്കും കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ വളരെ റയറാണ്. സിനിമ കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ ജനങ്ങൾ കൈയടിച്ചിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്.
രാജ്യം ഒരു കാലഘട്ടം നേരിട്ട പ്രതിസന്ധികൾക്ക് നേരെ ക്യാമറ തുറന്നുവെച്ച് രാഷ്ട്രീയമായി പ്രതികരിച്ച സിനിമാ സംവിധായകനായിരുന്നു മൃണാൾ സെൻ എന്ന് പ്രശസ്ത സിനിമാ നിരൂപകൻ MC രാജനാരായണൻ. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മൃണാൾ സെൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ബംഗാളിന്റെ ഇരുണ്ട നാളുകളിൽ സാധാരണക്കാരന്റെ ജീവിതങ്ങളോടൊപ്പമായിരുന്ന മൃണാൾ സെന്നിന്റെ സിനിമകൾ ആ കാലഘട്ടത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും പൊള്ളത്തരങ്ങളും തുറന്നു കാട്ടുവാൻ അതിന് അദ്ദേഹത്തിനായെന്നും രാജനാരായണൻ അഭിപ്രായപ്പെട്ടു. തൃശൂർ ചലച്ചിത്ര കേന്ദ്രം ഡയറക്ടർ ചെറിയാൻ ജോസഫ്, പ്രസ് ക്ലബ്ബ് ട്രഷറർ PP പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മൃണാൾ സെൻ സംവിധാനം ചെയ്ത കൽക്കട്ട 71 സിനിമ പ്രദർശിപ്പിച്ചു. TCV സീനിയർ റിപ്പോർട്ടർ ജിയോ സണ്ണി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം ലിറ്റിൽ സ്റ്റാറും പ്രദർശിപ്പിച്ചു. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ ആദരിച്ചു. തൃശൂർ ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തോപ്പ് സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. കണ്ണൂരിന് 2ാം സ്ഥാനവും തൃശൂരിന് 3ാം സ്ഥാനവും ലഭിച്ചു. 2 ദിവസങ്ങളായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ വിവിധ ജില്ലകളിൽ നിന്നായി 1000-ലധികം വനിതാ, പുരുഷ, വെറ്ററൽ കായിക താരങ്ങളാണ് വിവിധ ഏജ് കാറ്റഗറികളിലായി പങ്കെടുത്തത്. ഉദ്ഘാടന ദിനത്തിൽ 2 സ്വർണം നേടിയ മുൻ MLA MJ ജേക്കബിന്റെ പ്രകടനം ശ്രദ്ധേയമായി. 75 വയസ്സിന് മുകളിലുള്ളവരുടെ ലോങ് ജമ്പിലും 300 മീറ്റർ ഹഡിൽസിലുമാണ് അദ്ദേഹം 1ാം സ്ഥാനം നേടിയത്. സമാപന സമ്മേളനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വിൻസെന്റ് കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. മാസ്റ്റേഴ്സ് അത്ലറ്റിക് പ്രസിഡന്റ് ജോസ് ആലുക്ക അധ്യക്ഷത വഹിച്ചു. ഇനി വാണിജ്യം. ഏവരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വിവിധ സാമ്പത്തിക സേവനങ്ങളുമായി വിശ്വസ്തതയാർജിച്ച ജൻഫിൻ ക്യാപിറ്റൽ മിണാലൂരിലെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്താണി മിണാലൂരിൽ ജെൻഫിൻ ക്യാപിറ്റൽ ബിൽഡിംഗ് സിനിമാ താരം പ്രയാഗ മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഷാജു എടമന, ഫാദർ ജോൺസൺ അന്തിക്കാട്, ഫാദർ ജോസഫ് തനവേലിൽ എന്നിവർ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ജെൻഫിൻ ക്യാപിറ്റൽ കോർപ്പറേറ്റ് ഓഫീസ് അനിൽ അക്കര MLA ഉദ്ഘാടനം ചെയ്തു. ജെൻഫിൻ ജനമിത്ര സഹായ നിധി ചടങ്ങിൽ വിതരണം ചെയ്തു. ജെൻഫിൻ ക്യാപിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ജെൻസൺ കാരേപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ ട്വിങ്കിൾ ജെൻസൺ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് CJ ഡെനി, ജോർജ് വട്ടുകുളം, NA സാബു, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, വ്യാപാരി, വ്യവസായി, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓരോരുത്തരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സ്വപ്ന സാഫല്യങ്ങൾക്കുമായി ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, 2 വീലർ ലോൺ എന്നിവയെല്ലാം ഏറ്റവും വിശ്വസ്തയോടെ ജെൻഫിൻ ക്യാപിറ്റലിൽ നിന്നും സ്വന്തമാക്കാം. വസ്ത്രങ്ങൾക്ക് വൻ കിഴിവുമായി തൃശൂർ സുധീർ സിമാസിൽ ഒരുക്കിയ ഓഫർ സ്വന്തമാക്കാൻ ഉപഭോക്താക്കളുടെ വൻ തിരക്ക്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് തൃശൂർ കിഴക്കേക്കോട്ട സുധീർ സീമാസിൽ വസ്ത്രങ്ങൾക്ക് വിലക്കിഴിവിന്റെ പൂരം ഒരുക്കിയിട്ടുള്ളത്. മികച്ച ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾക്ക് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ടാണ് നൽകുന്നത്. കൂടാതെ 1+1 ഓഫറും ഒരുക്കിയിട്ടുണ്ട്. ചുരിദാർ സെറ്റ്, കുർത്തി, ടോപ്പ്, ലേഡീസ് ജീൻസ്, നൈറ്റി, നൈറ്റ് സ്യൂട്ട്, പാൻസ്, ഷർട്ട്, ജീൻസ്, ബെഡ്ഷീറ്റ്, ധോത്തി, മുണ്ടുകൾ, ഫ്രോക്ക്, മിഡി ടോപ്പ്, ബാബാ സ്യൂട്ട്, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവ ഓഫറിന്റെ ഭാഗമായി കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. സെറ്റ് മുണ്ടുകൾ, സെറ്റ് സാരികൾ എന്നിവ 250 രൂപ മുതൽ സ്വന്തമാക്കാം. ലേഡീസ് ഇന്നർവെയർ 25 രൂപ മുതലും സാരികൾ 125 രൂപ മുതലും സ്വന്തമാക്കാം. ജനുവരി 15 വരെ സുധീർ സീമാസിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ നീണ്ടുനിൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയ ബസ് പോലീസ് കണ്ടെത്തി. ഡ്രൈവർ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന MS മേനോൻ ബസ്സാണ് കസ്റ്റഡിയിലെടുത്തത്. സംവിധായകൻ പ്രിയനന്ദനന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി. അയ്യപ്പൻ അവഹേളിച്ചെന്നാരോപിച്ച് BJP പ്രവർത്തകർ പ്രിയനന്ദനന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. വിവാദത്തെ തുടർന്ന് ആദ്യ പോസ്റ്റ് പ്രിയനന്ദനൻ പിൻവലിച്ചു. തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായില്ല. അഗ്നിബാധ നടന്നിട്ട് ജനുവരി 23-ന് 1 വർഷം തികയും. പുലിഭീതിയിൽ മേലൂർ പുഷ്പഗിരി നിവാസികൾ. പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂടുതൽ നടപടികൾ ആരംഭിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.